പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ പോവുകയാണ്. അതാരാണ്? പലസ്തീൻ്റെ അംബാസഡറെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. ചെറിയ കാര്യമല്ല. പലസ്തീൻ അംബാസഡറെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു വലിയ തന്ത്രമാണ്. അത് ഒരു പക്ഷേ ചില മുസ്ലിം വോട്ടുകൾ, എല്ലാ മുസ്ലിം വോട്ടുകളും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഒരു ലാഞ്ചന കൂടി ഇങ്ങോട്ട് വന്നുകൂടായില്ല. അല്ല, അങ്ങനെ വരുമ്പോഴും അതിന്റെ മറുവശത്തേക്ക് ന്യൂനപക്ഷം ഒരുപക്ഷെ പിണറായി സർക്കാരിന് എതിരാവാനുള്ള സാധ്യത കൂടുതലല്ലേ? അത് ഒരു വിഭാഗം എതിരാകും. അവർ സംഘടിതമായിട്ട് അതിനെ എതിർക്കും. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ കാണിക്കുന്നത് ഗിമ്മിക്കാണെന്ന് പറയും. പക്ഷെ അതോടൊപ്പം തന്നെ ചില ന്യൂനപക്ഷങ്ങൾക്ക് ഇത് കണ്ണു തുറപ്പിക്കുന്നതുമാകും. കാരണം ഗാസയിൽ നടക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ മരണം, അവരുടെ അവർക്കെതിരെ ഉണ്ടാകുന്ന ക്രൂരതകൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അവരുടെ ഒരു ദൈന്യത നേടിക്കൊണ്ട് ഒരുപക്ഷെ അതിനെതിരെ പിണറായി സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുമാണ് ഈ ശബ്ദമുയർത്തുന്നതെന്ന് തോന്നിപ്പിക്കാൻ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ ഇടപെടാനോ കോടതിക്ക് ഇടപെടാനോ പറ്റാത്ത വിധത്തിൽ ഗവൺമെന്റ് അല്ല ഇത് നേരിട്ട് ചെയ്യുന്നെന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. കേരള മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാരല്ല, ദേവസ്വം ബോർഡാണെന്ന് പറയുന്നത് പോലെ പലസ്തീൻ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ അത് അന്താരാഷ്ട്ര വിഷയമാണ്, അത് കേന്ദ്ര ഗവൺമെന്റാണ് കൈകാര്യം ചെയ്യുന്നത്, വിദേശകാര്യ വകുപ്പാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനെയൊന്നും യേശാത്ത വിധത്തിൽ വളരെ തന്ത്രപൂർവ്വമാണ് അതിനും കരുക്കൾ നീക്കിയിരിക്കുന്നത്.